ഹല്ലേലൂയ. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. എന്നെയും നിങ്ങളെയും ഒത്തിരി അധികം സ്നേഹിക്കുന്ന നമ്മളുടെ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പാട്ടുകാരൻ പാട്ടിലൂടെ ഇങ്ങനെ പറയുന്നു: ജീവിതം ഒരു കാൽവരി യാത്ര, മനുഷ്യ ജീവിതം കാൽവരി യാത്ര, മരണമാകും കാൽവരി തേടി ഇടറി നീങ്ങും സഹനയാത്ര. ജീവിതം അത് പലപ്പോഴും ഒരു സഹനയാത്രയാണ്. കാൽവരി യാത്രയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തു ലോകത്താൽ ഏൽക്കപ്പെട്ട് മുറിവുകളാൽ തളർന്ന് മനസ്സും ശരീരവുമായിട്ട് മുൻപോട്ട് നീങ്ങിയതാണ്. പലപ്പോഴും നമ്മളുടെ ജീവിതം അങ്ങനെയാണ്. ലോകം നമ്മളെ ഒത്തിരിയേറെ വേദന ഏൽപ്പിക്കും. നമ്മളുടെ ശരീരം തളരും, നമ്മളുടെ മനസ്സ് വേദനിക്കും. നമ്മളെ തളർത്തുന്നത് പക്ഷേ നമ്മളുടെ ശാരീരിക രോഗമാവാം, സ്നേഹിതൻ്റെ വഞ്ചനയാവാം, അർഹിക്കുന്ന ബഹുമാനം സമൂഹത്തിൽ കിട്ടാത്തൊരവസ്ഥയാവാം, പോറ്റി വളർത്തിയ നമ്മളുടെ മക്കൾ നമ്മളെ സ്നേഹിക്കാത്തൊരു അവസ്ഥയാവാം, കടഭാരങ്ങളാവാം. അങ്ങനെ ജീവിതം നമുക്ക് ഏകുന്ന ഒത്തിരിയേറെ പ്രയാസങ്ങളാവാം. ജീവിതം പലപ്പോഴും നമ്മളെ തളർത്തുമ്പോൾ നമ്മളുടെ ശരീരവും മനസ്സും തളർന്നിട്ട് ഈ ജീവിതമില്ലായിരുന്നെങ്കിലോ എന്നുപോലും നമുക്ക് തോന്നിപ്പോകും. ഒരുപക്ഷെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഇങ്ങനൊരു പ്രയാസത്തിൽ പോകുവാണേ, എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാനങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ദൈവമേ, ഈ ജീവിതമില്ലായിരുന്നെങ്കിൽ മതിയായിരുന്നു. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ഈ സമയത്ത് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ജീവിതം ഏതെങ്കിലും വിധത്തിൽ നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വചനം പൗലോസ് അപ്പോസ്തലനിൽ നിന്ന് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 16-ാം വാക്കിൽ ഇങ്ങനെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു: അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ശയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. ഇംഗ്ലീഷിൽ അത് ഇങ്ങനെ പറയുന്നു: Therefore we do not lose heart, though outwardly we are wasting away, yet inwardly we are being renewed day by day. പുറമേ നമ്മളെ തളർത്തുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിലും ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, അകമേ നമ്മെ ഓരോ ദിവസവും, ഒരു ദിവസമല്ല, ഇന്നലെ വളർത്തി ഇന്ന് വളർത്തി എന്നല്ല, ഓരോ ദിവസവും നാൾക്കുനാൾ നമ്മളെ ഉള്ളിൽ നിന്ന് പുതുക്കുന്ന ഒരു ശക്തിയുണ്ട്. അത് നമ്മളുടെ ദൈവത്തിൻ്റെ കൃപയാണ്. അത് നമ്മളുടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. നമ്മളുടെ എല്ലാവരുടെ ഉള്ളിൽ ദൈവം നമ്മളുടെ വിശ്വാസമായിട്ട്, നമ്മളുടെ പ്രത്യാശയായിട്ട്, നമ്മളുടെ പ്രാർത്ഥനയായിട്ട് നമ്മളുടെ ഉള്ളിലുണ്ട്. നമ്മളുടെ പ്രചോദനമായിട്ട് നമ്മളുടെ ഉള്ളിലുണ്ട്. കർത്താവിൽ പ്രിയരെ, ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരു ദിവസമല്ല, ഓരോ ദിവസവും നമ്മൾ പുറമേ ഫേസ് ചെയ്യുന്ന ഓരോ ചാലഞ്ചസും ഓരോ പ്രോബ്ലംസും ഉള്ളപ്പോഴൊക്കെ നമ്മളുടെ ഉള്ളിൽ നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ സ്നേഹം, ആ ദൈവത്തിൻ്റെ കൃപ നമ്മളുടെ ഉള്ളിൽ ഓരോ നിമിഷവും നമ്മൾ പോലും അറിയാതെ നമ്മളെ നിലനിൽപ്പിക്കുന്നുണ്ട്. നമ്മളുടെ പ്രയാസങ്ങളുടെ നടുവിൽ നമ്മളെ അതിജീവിച്ച് മുൻപോട്ട് പോകുവാൻ നമ്മളുടെ ദൈവം നമ്മളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഈ വചനം നമുക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമായി മാറട്ടെ. ഈ വചനം നമ്മൾക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമായി മാറട്ടെ. ഈ വചനം നമ്മളുടെ വിശ്വാസത്തെ വളർത്തുവാൻ, നമ്മളെ ആത്മാവിൽ വളർത്തുവാൻ, ഓരോ ദിവസവും ദൈവം നമ്മളെ ആത്മാവിൽ പുതുക്കുന്നു എന്നുള്ള ഒരു ഓർമ്മ നമ്മളുടെ മനസ്സുകളിൽ എന്നും ഭരിക്കുവാൻ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.